നിങ്ങൾ ഇവിടെ എല്ലാം ഭൂതഗണങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആവാഹിച്ചിരിക്കും. നിങ്ങളിവിടെ ഇരുന്നാൽ എർത്തായി അതങ്ങ് തിരിച്ചങ്ങ് പോകും. മനസ്സിലായില്ല? എന്നാൽ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? ഇവർ നേരെ ഭഗവാനെ തൊഴുത് നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾ ഇരിക്കുമ്പോൾ എർത്താവും, പിന്നെ ഒന്നുമില്ല പോകേണ്ടി വരും. സാമ്പത്തികമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടായി, ബിസിനസ്സുകാരുടെ ബിസിനസ് ഡൗൺ ആവും. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള എന്താണ് കാര്യങ്ങൾ? അതിനാണ് സത്യനാരായണ പൂജ എന്നൊരു പൂജയാണ്. അമ്പലത്തിൽ ദേവന് പ്രാധാന്യം, വീട്ടിൽ മനുഷ്യന് പ്രാധാന്യം. കഴിയുമെങ്കിൽ നമുക്ക് നെയ്യൊഴിച്ച് കത്തിക്കുന്ന വീടിന് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും. സാമ്പത്തികം, ദാമ്പത്യം, ആരോഗ്യം, മാനസികം, ഉണർവ്, ഉന്മേഷം, സൗത്ത് ഒന്നാം സ്ഥാനം. ഈ ചില ആളുകൾ ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം നേരെ വന്ന് അവിടെ നടക്കിലിരുന്നതിന് ശേഷം എണീറ്റ് പോകുന്ന ആളുണ്ട്. അത് ഒരു തെറ്റായൊരു കാര്യമാണ്. അത് പണ്ട് എങ്ങനെയോ ഒരിക്കലും അബദ്ധം പറ്റിയ കേസാണ്. അതിപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ശിവക്ഷേത്രത്തിലെ നമ്മൾ ദർശനം നടത്തി കഴിയുമ്പോൾ അവിടെ ശ്രീകോവിലും അതുമില്ലാത്ത ചുറ്റി വരുമ്പോൾ വേറ്റ് ഇറങ്ങാറപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു തിട്ട, രണ്ട് സൈഡിലെ തിട്ട കാണും. അവിടെ ഇരിക്കും. ഇരുന്നില്ലെങ്കിൽ ചില ആൾക്കാർ പറയും നിങ്ങൾ ഇരുന്നിട്ട് പോകുന്ന പറയും. എന്താ പറയുക, അവർ പറയുന്നൊരു വാക്ക് അതിനെപ്പറ്റി ആദ്യം നമ്മുടെ അറിഞ്ഞുകൂടത്തരാണ് പറഞ്ഞുണ്ടാക്കിയത്. പക്ഷേ അറിവുള്ള ആൾക്കാരും കൊണ്ട് അത് ഉൾക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ എല്ലാം ഭൂതഗണങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആവാഹിച്ചിരിക്കും. നിങ്ങളിവിടെ ഇരുന്നാൽ എർത്തായി അതങ്ങ് തിരിച്ചങ്ങ് പോകും. മനസ്സിലായില്ല? എന്നാൽ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? ഇവർ നേരെ ഭഗവാനെ തൊഴുത് നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾ ഇരിക്കുമ്പോൾ എർത്താവും, പിന്നെ ഒന്നുമില്ല പോകേണ്ടി വരും. അതുകൊണ്ട് ഭഗവത് ദർശനം നടത്തിയിരുന്നാൽ എവിടെ നമ്മളെത്താലും നടയിൽ നിന്ന് കയറിയിരിക്കരുത്, നേരെ വീട്ടിൽ പോവുക. വീട്ടിൽ ചെന്നിരുന്നോ, ക്ഷേത്രത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമ്മൾ തൊഴാൻ നമ്മൾ ശ്രീ പത്മനാഭ തരത്തിൽ ഒരുപാട് സ്ഥലമുണ്ട്. അത് നമ്മളെ ഇരുന്ന് പലയിടത്തും ചുറ്റിയിരിക്കും. അവിടെ ഭഗവാനെല്ലാം ശ്രീകോവിലെല്ലാം ശ്രീകോവിലിൻ്റെ ദർശനം കഴിഞ്ഞാൽ പിന്നെ നേരെ നിങ്ങൾ വീട്ടിലേക്ക് പോകും. അനുഭവം എന്ത് വേണം ചെയ്യാം. സാറിൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീടുകളുടെ വാസ്തുപരമായിട്ട് ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ചെറിയ പദ്ധതികൾ വല്ലതും ഉണ്ടോ? പൂജകൾ ചെയ്യാം. പൂജകൾക്ക് ഒരുപാട് പവറുണ്ട്. അത് ആധികാരികമായിട്ട് പിന്നെ പഠിച്ചവരും പഠിക്കാത്തവരും ഈ ഫീൽഡിലുണ്ട്. ഇപ്പോൾ പൂജകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ബ്രാഹ്മിൻസ് അല്ലേ? അത് വേണം എന്ന് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. വേണം എന്ന് പറഞ്ഞു വേണ്ട പൈസയും വേണ്ടി മാത്രം നോക്കി ചെയ്യുന്ന പൂജാരിമാരും ഉണ്ട്. അപ്പോൾ അത് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ സ്വീകരിക്കണം. ഉദാഹരണം, ഒരു വീട് ഓപ്പൺ ചെയ്യുകയാണ്, പൂജയുടെ കാര്യം പറയുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ്. നാളെയാണ് വീട് ഓപ്പൺ ചെയ്യേണ്ടത്. പാലി കാച്ചൽ കർമ്മം നാളെയാണ്. അപ്പോൾ തലേ ദിവസം വാസ്തു ബലി ചെയ്യും. ഈ വാസ്തു ബലി എന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഹിന്ദുപരമായിട്ട് 67 ദേവതമാരെ വിളിച്ച് സ്വീകരിച്ചിരുത്തി 67 പിണ്ടങ്ങൾ വെച്ച് അവർക്ക് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുന്ന ചടങ്ങാണ്. അതിനോടൊപ്പം തന്നെ തറരക്ഷകളും സ്ഥാപിക്കും. രത്നക്കല്ലുകളൊക്കെയാണ് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ തകടുകളായിരിക്കും, ഇപ്പോൾ അതാരും വയ്ക്കാറില്ല. രത്നക്കല്ലുകൾ സ്ഥാപിക്കും. അത് പവർ തന്നെയാണ്. പിന്നെ വെളുപ്പിലെ പിറ്റേ ദിവസം വെളുപ്പിലെ മഹാഗണപതി ഹോമം, ഗണപതി ഹോമം നടത്തുക തന്നെ വേണം. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക തന്നെ വേണം. ഗണപതിയുടെ പൂജ ഇല്ലാതെ ഒരു ഗ്രഹത്തിൽ കയറിയ എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പം മഹാഗണപതി. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ലക്ഷ്മി നാരായണ പൂജ, ലക്ഷ്മി കടാക്ഷം ദേവിയുടെ. അതിനെ രാവിലെ ചെയ്യണമെങ്കിൽ ലക്ഷ്മി നാരായണ, വൈകുന്നേരം ഭഗവതി സേവയായിട്ട് മാറും. ഇത് രാവിലെ തന്നെ അങ്ങ് ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് പോയാൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട് ഓപ്പൺ ചെയ്യാം. ഇതൊന്ന്. പിന്നെ വേറെ വീടിൻ്റെ ചില കുടുംബക്കാരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം സാമ്പത്തികമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടായി, ബിസിനസ്സുകാരുടെ ബിസിനസ് ഡൗൺ ആവും. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള എന്താണ് കാര്യങ്ങൾ? അതിനാണ് സത്യനാരായണ പൂജ എന്നൊരു പൂജയുണ്ട്. സത്യനാരായണ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതിൽ നമ്മുടെ
ശ്രീ പത്മനാഭ ഹോട്ടലിലെ പെരിയ നമ്പിമാരാണ് ഇത് ചെയ്യണത്. പണ്ടത്തെ പെരിയ നമ്പിയായിരുന്നു, നല്ല നീറ്റായിട്ട് ചെയ്യും. അവർ സാക്ഷാൽ മഹാവിഷ്ണുവിന് ലക്ഷ്മി ദേവി ഒരു കലശത്തിലേക്ക് ആവാഹിക്കും. ആവാഹിച്ച് 5 കഥകളെല്ലാം പറഞ്ഞ് 5 ദീപാരാധന ചെയ്തിട്ടാണ് ആ പൂജ ചെയ്യുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് കർണാടക സ്റ്റേറ്റ്, ബാംഗ്ലൂർ, അവിടെ വടക്കോട്ടൊക്കെ ഈ പൂജകൾ ചെയ്യും. പക്ഷേ കേരളത്തിൽ ഈ പൂജയെപ്പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. നല്ല പവറാണ്. നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പൂജയാണ് സത്യനാരായണ പൂജ. ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. നമ്മൾ ബിസിനസ്സിലൊക്കെ ഒരുപാട് തകർന്നു പോയി. അതിനെല്ലാം തന്നെ വീണ്ടെടുക്കാൻ പറ്റിയ പൂജ എന്ന് പറയുന്നത് സത്യനാരായണ പൂജയാണ്. സാർ, ഈ വീടിൻ്റെ വാസ്തുവിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് വീടിൻ്റെ ഓരോ കോണുകൾ വരുമ്പോൾ. ഇപ്പോൾ പൂജാമുറി ഏത് ദിശയിൽ വേണം, എങ്ങനെ വേണം, അതേപോലെ തന്നെ ബാത്റൂം വരുമ്പോൾ എങ്ങനെ വേണം, കന്നിമൂല എങ്ങനെ വേണം, അല്ലെങ്കിൽ കന്നിമൂലയിൽ എങ്ങനെ ആയിരിക്കണം, അവിടെ എന്താണ് വരേണ്ടത്, കന്നിമൂലയിൽ ബാത്റൂം വരാമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒരു ഉത്തരമുണ്ടോ ഒരു വീട് വയ്ക്കുമ്പോൾ? നമുക്ക് വീട്ടിലെ പൂജാമുറി എന്ന് പറയുന്നത്, നമുക്കൊരു 10,000-2000 സ്ക്വയർ ഫീറ്റിലൊരു വീട് പണിയാണെങ്കിൽ ശരിക്ക് വടക്ക് കിഴക്കേ മൂലഭാഗം വേഴമണ്ഡലം. അപ്പോൾ ഓരോ ദിക്കിനും ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട്. അപ്പോൾ അവിടെ വടക്കിഴക്കേ മൂലഭാഗം വേഴഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ഭാഗമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം, വാസ്തു എന്നുള്ള സങ്കല്പം തലവരുന്ന ഭാഗം. അപ്പോൾ അവിടെ ഒരു പൂജാമുറി വരുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. അപ്പോൾ വടക്കിഴക്കേ മൂല പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടും, നമ്മൾ തൊഴുന്നത് കിഴക്കോട്ടും. ഈ പൂജാമുറിയിൽ ഒരുപാട് പടങ്ങൾ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, ഒരുപാട് പടങ്ങൾ വയ്ക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് നമുക്ക് പടങ്ങളെ ഇരിപ്പട സ്ഥാനം കൊടുക്കണം. ഇരിപ്പടം നമുക്ക് 2-3 പടികൾ കിട്ടാം. പടികൾ കിട്ടിയിട്ട് അങ്ങനെ ആ പടി തന്നെ വയ്ക്കണം. ചില ആൾക്കാർ ഈ പടങ്ങൾ ചുവരിൽ ആണിയടിച്ച് തൂക്കിയിടും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് അത്യാവശ്യമുള്ള പടങ്ങൾ ശൈവത്തിലായിരുന്നാലും വൈഷ്ണവ നമുക്ക് പൂജാമുറിയിൽ എല്ലാവരും വയ്ക്കാം. പിന്നെ കൽവിഗ്രഹങ്ങൾ വയ്ക്കാൻ പാടില്ല. 8 ഇഞ്ചിൽ കൂടുതൽ കൽവിഗ്രഹങ്ങൾ വയ്ക്കരുത്. 8 ഇഞ്ചിൽ കൂടുതൽ കൽവിഗ്രഹം വെച്ചാൽ അഭിഷേകം വേണം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ബ്രാഹ്മിൺസൊക്കെ അവർ പരിപാലിക്കും. ഒരു പ്രത്യേകം തളിയലി വെച്ചിട്ട് അവർ വരി ആ കേസ് നമുക്കത് അതുകൊണ്ട്. പിന്നെ ചില ബ്രാസിലുള്ളതോ മറ്റു കാര്യങ്ങൾ വയ്ക്കുക. കൽവിഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സാധാരണ വടക്കിഴക്കേ മൂല ഭാഗത്തോ, നമുക്ക് ഒരുപക്ഷെ വടക്കിഴക്കേ മൂല അതിനുള്ള സൗകര്യം പ്ലാനിങ് വരുന്നില്ല എങ്കിൽ കിഴക്കിൻ്റെ മറ്റ് ഇതര ഭാഗങ്ങളിലും പൂജാമുറി വരുന്ന തടസ്സമില്ല. അവിടെയും നമുക്ക് ഒരു ചില പ്ലാൻ സാധിച്ചില്ലെങ്കിൽ ആ വീടിൻ്റെ പ്ലാനിനനുസരിച്ച് എവിടെയെങ്കിലും പിന്നെ ടോയ്ലറ്റിൻ്റെ ചുവരോട് ചേരാത്ത ഭാഗത്ത് ആ ഗ്രഹാന്തരീക്ഷനുസരണമായ രീതിയിൽ ഒരു പൂജാമുറി ചെയ്യുന്നതിന് തടസ്സമില്ല. എന്നാൽ പൂജാമുറിയുടെ ചുവരിനോട് ചേർന്ന് ടോയ്ലറ്റിൻ്റെ ചുവര് വരരുത്. വാഷ് ബേസിൻ അങ്ങനെ വരികയാണെങ്കിൽ അത് ചില വീടുകളിലൊക്കെ വെച്ച വീടുകളിൽ ഇപ്പോൾ പൂജാമുറി ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് റൂം ആയിരിക്കും. അപ്പൊ റൂമിനോട് ചേർത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കും. അപ്പൊ ആ ബാത്റൂമിന്റെ ചുവര് വരുന്നത് പൂജാമുറിയുടെ അവിടെ ആയിരിക്കും. അപ്പൊ അവിടെ മറ്റൊരു വാള് കെട്ടിക്കഴിഞ്ഞാല് അങ്ങനെ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സ്വല്പം ഗ്യാപ്പ് കൊടുത്തിട്ട് പ്രത്യേകം അഡീഷണൽ ആയിട്ട് വാള് കൊടുത്ത് ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നത്. പക്ഷേ ഒറ്റ നേരെ അപ്പുറപ്പുറം നിൽക്കരുത്. ഒരു വാളിൻ്റെ അപ്പുറപ്പുറം നിൽക്കരുത്. ഇടയ്ക്കൊരു ഗ്യാപ്പ്, 2 നേരം ഗ്യാപ്പ് ഇട്ട് അഡീഷണൽ വാള് കിട്ടി ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടും നമുക്കാണ് ഊർജം കിട്ടുന്നത്. അതാണ് ഒരു വാക്കുണ്ട്, അമ്പലത്തിൽ ദേവന് പ്രാധാന്യം, വീട്ടിൽ മനുഷ്യന് പ്രാധാന്യം. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലേ? അമ്പലത്തിൽ ദേവന് പ്രാധാന്യമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ വീട്ടിൽ നമുക്കാണ് പ്രാധാന്യം. അപ്പോൾ നമുക്കാണ് ഊർജം കിട്ടേണ്ടത്. അതുകൊണ്ടാണ് പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടും നമ്മൾ തൊഴുന്നത് കിഴക്കോട്ട് വരും. ഇരുന്നായിരുന്നാലും നിന്നായിരുന്നാലും കിട്ടും. പടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പടികളിൽ നിരത്തി ചാരി വയ്ക്കുക, ഇല്ലാന്ന് വയ്ക്കില്ല. ആണി അടിച്ച് ചോറിൽ തൂക്കരുത്. താഴത്തെ പടിയിൽ ആയിട്ട് വിളക്കൊളുത്തി വയ്ക്കണം. വിളക്കൊളുത്തി വയ്ക്കുമ്പോൾ അത് 2 തിരി ചേർത്തിട്ട് കിഴക്കോട്ടും 2 തിരി ചേർത്തിട്ട് പടിഞ്ഞാറോട്ടും അങ്ങനെ വിളക്കൊളുത്തുക. പിന്നെ എന്തെങ്കിലും പ്രത്യേകമായ വിശേഷ ദിവസങ്ങളിൽ നമുക്ക് 5 തിരിയിട്ട് കൊളുത്തും.
അപ്പോൾ 5 തിരി എന്ന് വെച്ചാൽ പല ആൾക്കാർ അറിയാമെന്നുള്ളവരുണ്ട്, അറിഞ്ഞിട്ടുള്ളവരുണ്ട്. മഹാദിക്കുകളായ 4 ദിക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, 4 ദിക്കിലേക്ക് 4 തീനാളമായി. ഒരു തീനാളം വടക്ക് കിഴക്കേ മൂലഭാഗത്തേക്ക് ദൈവത്തിൻ്റെ സ്ഥാനം ഈശാന കോണിലേക്ക് കൊടുക്കണം. അപ്പോൾ അത്രേ 5 തിരി. അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ നമുക്ക് നെയ്യൊഴിച്ച് കത്തിക്കുന്ന വീടിന് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും. ചൂടാണ്, അത് പുകയില്ല. പിന്നെ അല്ലെങ്കിൽ എള്ളെണ്ണ, വെളിച്ചെണ്ണ ഒഴിവാക്കുക. ഇത് പൂജാമുറി പരിപാടി. പിന്നെ വീടിന് ഐശ്വര്യം കൂടാൻ വേണ്ടി ലക്ഷ്മി വിളക്ക് എന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ കിട്ടും. അത് ഒറ്റ തീനാളെ വരുള്ളൂ. അതിന് അല്പം നെയ്യ് ഒഴിച്ചിട്ട് വീടിൻ്റെ ഉമ്മറത്ത് രാവിലെ കത്തിച്ചിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീനാളം കിഴക്കോട്ട് തിരിച്ച് വയ്ക്കണം. വൈകുന്നേരമാണെങ്കിൽ സന്ധ്യയ്ക്കാണെങ്കിൽ തീനാളം പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കണം. ഇങ്ങനെ പരിപാലിക്കുക. ഇങ്ങനെ പരിപാലിക്കുന്ന ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാവും. വീടിനകത്ത് അസുഖങ്ങളില്ലായിരിക്കും. കുട്ടികളുടെ പഠിത്തം നില ക്ലിയറായി പോകും. ഈ പ്രായമായ പെൺകുട്ടികളുടെ കല്യാണ കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ നടക്കുന്ന ഈ ലക്ഷ്മി വിളക്ക് പരിപാലിക്കുന്നുണ്ടാകും. ഒരു ഒറ്റമൂലിയാണത് കേട്ടോ. അതേപോലെ തന്നെ കന്നിമൂലയെ പറ്റി ചുറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ. കൂടുതലും വാസ്തു നോക്കുന്ന ആളുകൾ ഭയപ്പെടുന്നത് ഈ കന്നിമൂല പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതുണ്ടോ ഈ കന്നിമൂല എന്ന് പറഞ്ഞിരുന്നാൽ വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ പാദം വരുന്നതാണ്. സ്ഥിരവാസ്തു, ചരവാസ്തു, നിത്യവാസ്തു കണക്കുണ്ട്. സ്ഥിരവാസ്തു പാദം തെക്ക് പടിഞ്ഞാറ്. ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് വേറെ ഒന്നുണ്ട്, നിരതി കോണാണ്. നിരതൻ എന്ന് വെച്ചാൽ അസുരനാണ്. സത്യവും ന്യായവും നീതിയും പരിപാലിക്കുന്ന ഒരു ചൈതന്യം, നിരതൻ, നിരതി കോൺ. വീണ്ടും രാഹുവിൻ്റെ സ്ഥാനം കൂടെയാണ്. അപ്പോൾ അത് പവർ, ഒരു മനുഷ്യൻ മജ്ജ, മാംസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പവറാണത്. രാഹുവിൻ്റെ സ്ഥാനം കൂടെയാണ്. അവിടെ നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എടുക്കണതാണ് നല്ലത്. ദമ്പതിമാർ കിടക്കാനുള്ള മുറി. ഞാൻ നേരത്തെ പറഞ്ഞാൽ സൗത്തിലേക്ക് തലവെച്ച് കിടക്കുക. സാമ്പത്തികം, ദാമ്പത്യം, ആരോഗ്യം, മാനസികം, ഉണർവ്, ഉന്മേഷം, സൗത്ത് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ഈസ്റ്റ്. അപ്പോൾ കിടപ്പ് അങ്ങനെ പാടുള്ളൂ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓരോ ആൾക്കാർക്കും ഓരോ വീക്ഷണങ്ങളുണ്ട്. എങ്കിലും നല്ലതാണെന്ന് ചോദിച്ചിരുന്നാൽ ഞാൻ കിടന്ന് ശീലിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ എനിക്കതാണ് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്. രാവിലെ ഉറക്കമൊഴിക്കും മുന്നേ നമുക്ക് ശരിക്കും വലത്തോട് ചെരിഞ്ഞ് എണീക്കാനും സാധിക്കും. പിന്നെ പണ്ട് കാലത്തൊക്കെ പല ആൾക്കും ചോദിച്ചിട്ടുണ്ട്, കന്നിമൂലയിൽ കിടക്കാൻ പാടില്ല. ഒന്നും അറിഞ്ഞുകൊടുത്ത ആൾക്കാരാണ്. പൂജാമുറി വയ്ക്കണം. കന്നിമൂല ഒരിക്കലും പാടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. അതാര് അസുരൻ്റെ സ്ഥാനമാണ് മൂല, രാഹുവിൻ്റെ സ്ഥാനമാണ്. പിന്നെ വിളക്കെത്തിക്കാൻ ഒരു തണ്ടതിലും ഒരു മനുഷ്യൻ്റെ പൂജിതമായ ഭാഗം എവിടെയാണ്? ഒരു മനുഷ്യൻ്റെ പൂജിതമായ ഭാഗം എവിടെയാണ്? അല്ല, ഒരു മനുഷ്യൻ്റെ പൂജിതമായ പാദമാണ്. പാദപൂജ, ഗുരുപൂജ, പാദമാണ്. അപ്പോൾ വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ പാദം വരുന്ന ഭാഗമാണ് അത്. ആ ഒരു സങ്കല്പത്തിൽ മാത്രമേ അവിടെ വിളക്കെത്തിക്കാനുള്ള അർഹതയുള്ളൂ, മറ്റു രണ്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. കന്നിമൂല നിരതി കോൺ എന്നത്. കന്നിമൂലയിൽ വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. പക്ഷേ നിർമ്മാണം ചെയ്യുമ്പോൾ അവിടെ കട്ടിങ് ഒന്നും വരരുത്. ഇങ്ങനെ ചില ആൾക്കാർ ഭംഗിക്ക് കട്ടി അങ്ങനെ 90 ഡിഗ്രിയായിട്ട് കറക്റ്റായിട്ട് നിൽക്കണം മൂല. ആ മൂല ഒരിക്കലും തന്നെ ടോയ്ലറ്റ് വരരുത്. ടോയ്ലറ്റ് ഒരു മൂലയെന്നല്ല, പ്രധാനപ്പെട്ട 4 മൂലകളും ടോയ്ലറ്റ് കൊടുക്കരുത്. 4 മൂല എന്ന് വെച്ചാൽ വടക്കിഴക്കേ മൂലഭാഗം, തെക്ക് കിഴക്കേ മൂലഭാഗം, തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം, വടക്ക് പടിഞ്ഞാറേ മൂലഭാഗം, വായുകോണെന്ന് പറയും. ഈ 4 മൂലകളിലും ഒരിക്കലും തന്നെ ടോയ്ലറ്റ് ചെയ്യരുത്. ടോയ്ലറ്റ് 5 അടി മാറി അങ്ങോട്ട് ചെയ്താൽ ചെയ്യാമല്ലോ. ഒരു വീടിൻ്റെ സന്തുലനാവസ്ഥ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതാണ് പറയാം, ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അറിയത്തക്ക ഒരാളിനെ കൊണ്ട് നമ്മൾക്ക് കാണിക്കണം. ഇപ്പോൾ എൻ്റെ ഇടയിൽ തന്നെ എത്രയോ അല്ലെങ്കിൽ പോസ്റ്റിൽ വരും. ചിലപ്പോൾ ചില ആൾക്കാർ വിദേശത്തേക്കുള്ളവർക്ക് എനിക്ക് എൻ്റെ വാട്സപ്പ് ഇട്ട് തരും. എന്നിട്ട് പറയും, ഒന്ന് സാറെടുത്തു എന്ന്. അവരെ ആവശ്യമാണ്, ഞാനത് ചെയ്ത് കൊടുക്കും. അവരൊക്കെ നേരെ വരാൻ പറ്റും. അറിയാം, ഞങ്ങൾ എൻ്റെ കണ്ണൂർ മലപ്പുറത്താണ്, അച്ഛനും അമ്മയ്ക്കുള്ളത്, സാർ ഒന്ന് സഹായിക്കണം. ഞാൻ സഹായിക്കാറുണ്ട്. ഒരു മാനുഷിക പരിഗണനയാണ് കേട്ടോ. അങ്ങോട്ട് ഞാൻ സഹായിക്കണമല്ലോ.